ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡെനോ എന്ന റൺ ടൈം എൻവയറോൺമെൻറ്റിനെ കുറിച്ചാണ്. ഡെനോ എന്നത് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ്സ്ക്രിപ്റ്റിൽ, അത് ടൈപ്പ്സ്ക്രിപ്റ്റ് ബേസ്ഡ് ആണ്. ജാവാസ്ക്രിപ്റ്റിലുള്ള റൺ ടൈമായ Node.js ഡെവലപ്പ് ചെയ്ത റയാൻ ദാൽ തന്നെയാണ് ഡെനോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റയാൻ ദാലിന് നോഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിനുശേഷം ഇത്ര സക്സസ്ഫുള്ളായി 2012 പുള്ളി നോഡ് ഡെവലപ്മെൻറ്റ് ടീമിൽ നിന്ന് മാറിയാണ്. അതിനുശേഷം പുള്ളി വിചാരിക്കുന്നത് ആളുടെ കൺസെപ്റ്റിൽ ഇതിന് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വളരെ കുറവാണ്. പക്ഷേ അത് നോഡിലത് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് പുള്ളി ഡെനോ എന്ന് പറഞ്ഞിട്ട് ഒരു റസ്റ്റിലും ടൈപ്പ്സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ട്, ടൈപ്പ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ സൂപ്പർ സെറ്റാണ്. അത് ടൈപ്പ് സിസ്റ്റം ജാവാസ്ക്രിപ്റ്റ് ഒരു ഡൈനാമിക് ആണല്ലോ. ജാവാസ്ക്രിപ്റ്റിൽ ടൈപ്പ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അത് കാരണം ടൈപ്പ്സ്ക്രിപ്റ്റിൽ ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ് അതിൻ്റെ ടൈപ്പ് എനേബിൾ ചെയ്തിട്ട് ഒരു കമ്പൈലർ ഫസ്റ്റിൽ തന്നെ കമ്പൈൽ ചെയ്യും ടൈപ്പ്സ്ക്രിപ്റ്റിനെ ജാവാസ്ക്രിപ്റ്റിലേക്ക്. അതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ടൈപ്പ്സ്ക്രിപ്റ്റും V8 എഞ്ചിൻ, നോഡിന് യൂസ് ചെയ്തിരുന്ന V8 എഞ്ചിനും പിന്നെ അത് റെസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റേത് ചെയ്തിരുന്നത് നോഡിൽ ചെയ്തിരിക്കുന്നത് C++ലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെസ്റ്റിൽ ചെയ്തിട്ടുള്ള V8ഉം കൂടെ ചേർത്തിട്ട് ഡെനോ എന്ന് പറഞ്ഞിട്ടൊരു റൺ ടൈം പുള്ളി റിലീസ് ചെയ്തു. അത് ഫൈനൽ റിലീസ് 2020 May 13th. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡെനോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഡെനോ ആപ്ലിക്കേഷൻ, ഒരു ഡെനോയുടെ സ്റ്റാർട്ടപ്പ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ചാറ്റ് ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡെനോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹലോ വേൾഡ് പ്രോജക്റ്റ്, പിന്നെ ഒരു ഇൻഡെക്സ് ഒരു HTML ഫയൽ എങ്ങനെ സെർവ് ചെയ്യാം, വെബ് സോക്കറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നിവ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻസ്റ്റാളിങ് ഡെനോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കർൾ അല്ലെങ്കിൽ ഹോം ബ്രൂ വിൻഡോസിൽ ചോക്ലേറ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്കോപ്പ് യൂസ് ചെയ്യാം. എൻ്റെ സിസ്റ്റത്തിൽ ചോക്കോ ഇൻസ്റ്റാളാണ്. ഞാൻ ചോക്കോ യൂസ് ചെയ്തിട്ട് ഡെനോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അഡ്മിൻ റൈറ്റ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അഡ്മിൻ റൈറ്റ് നമുക്ക് പവർ ഷെല്ല് അഡ്മിൻ റൈറ്റോടുകൂടി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഡെനോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കമാൻഡ് പേസ്റ്റ് ചെയ്യാം. ഡെനോ ഇൻസ്റ്റലേഷനിൽ ഡെനോയിൽ NPM അല്ല, ഒരു സെൻട്രലൈസ്ഡ് പാക്കേജ് മാനേജർ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഇതിൽ NPM റെപ്പോസിറ്ററി എന്നല്ല നമ്മൾ ഡെനോയുടെ പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഡെനോ ഹെൽപ്പ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിബിളായിട്ടുള്ള യൂസേജസ് കാണാം. ഡെനോ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെനോ അപ്ഗ്രേഡ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യും. ഡെനോ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം അറിയാൻ പറ്റും. നമുക്കൊരു ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ വൺസ് ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡെനോയുടെ വെർഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഡെനോ വെർഷൻസ് V8 എഞ്ചിൻ്റെ വെർഷന്, ടൈപ്പ്സ്ക്രിപ്റ്റിൻ്റെ വെർഷന്, ഇത് മൂന്നും ഒരേ സമയം കാണിക്കുന്നുണ്ട്. ഫസ്റ്റിൻ്റെ പാക്കേജ് മാനേജറാണ് കാർഗോ യൂസ് ചെയ്തിട്ട് റെനോ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് വിൻഡോസിൽ. മാക്OSൽ എങ്ങനെയാണ് ഹോം ബ്രൂ യൂസ് ചെയ്യുക, ലിനക്സ് സിസ്റ്റത്തിലും മാക്OSലും കർൾ യൂസ് ചെയ്യാം. നമുക്കൊരു ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വർക്ക് ഫോൾഡർ പവർ ഷെല്ലിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ വർക്ക് ഫോൾഡർ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്ററോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. കോഡിൽ ഓപ്പൺ ചെയ്യാം വർക്ക് ഫോൾഡർ. ഒരു TS ഫയൽ അല്ലെങ്കിൽ JS ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കൺസോൾ ലോഗ് മെത്തേഡിൽ ഹലോ ഫ്രം ഡെനോ എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് കൊടുക്കാം. ഹലോ വേൾഡ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഫോൾഡറിലൊരു ഹലോ വേൾഡ് .ts ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്നുമില്ല, കൺസോൾ ലോഗ് ഡെനോ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് സേവ് ചെയ്യുക. എന്നിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ തന്നെ
ടെർമിനൽ ഓപ്പൺ ചെയ്യാനായിട്ട് കൺട്രോൾ ബാക്ക് പ്രസ് ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ടെർമിനൽ ഓപ്പൺ ആവും. ഡെനോ റൺ ഹലോ വേൾഡ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇതാ. നമ്മുടെ ഹലോ വേൾഡ് പ്രൊജക്റ്റ് ടൈപ്പ്സ്ക്രിപ്റ്റ് ഫയൽ കമ്പൈൽ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. tsconfig.json എന്ന് പറയുന്ന ടൈപ്പ്സ്ക്രിപ്റ്റിൻ്റെ കോൺഫിഗറേഷൻ ഫയൽ ഇതിൻ്റെ അകത്ത് ഓപ്ഷനിലാണ്. കാരണം ടൈപ്പ്സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് ഡിഫോൾട്ടുകളുണ്ട് ഡെനോയിൽ തന്നെ. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെനോ റൺ -c tsconfig.js ദെൻ ഫയൽ നെയിം കൊടുക്കുക. ഡെനോ യൂസ് ചെയ്യുന്ന വെബ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ വെബ് സ്റ്റാൻഡേർഡ്സിൽ, അതായത് വെബ് ബ്രൗസറിൽ യൂസ് ചെയ്യുന്ന സെയിം കോഡുകൾ തന്നെ നമുക്ക് വിൻഡോ ഉണ്ട്, ഫെച്ച് ഉണ്ട്, വർക്കർ ഉണ്ട്. ഇതൊക്കെ വെബ് APIകളാണ്. ഫെച്ച് API, വിൻഡോ, ഇതെല്ലാം ബ്രൗസർ APIകളാണ്. അത് നമുക്ക് ഡെനോയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഡെനോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാക്കേജുകളും ഡെനോ ലാൻഡ് എന്ന ഡെനോയുടെ വെബ്സൈറ്റിൽ നിന്നും അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഡെനോ ലാൻഡിൻ്റെ റെപ്പോസിറ്ററിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പാക്കേജുകൾ നമ്മുടെ പ്രൊജക്റ്റ് കമ്പൈൽ ചെയ്യുമ്പോഴത്തേക്കും ഡൗൺലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. NPM എന്ന് പറയുന്ന ഒരു കോമൺ റെപ്പോസിറ്ററി ഇല്ല. NPM അല്ലെങ്കിൽ ഗിറ്റ്ഹബ് പോലെയുള്ളൊരു കോമൺ റെപ്പോസിറ്ററി ഇല്ല. ഡെനോ ലാൻഡിൻ്റെ വെബ്സൈറ്റിൽ നിന്നുമാണ് ഡെനോയ്ക്ക് ആവശ്യമുള്ള പാക്കേജുകൾ, ലൈബ്രറികൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഡെനോ ലാൻഡ് എന്ന് പറയുന്ന റെപ്പോസിറ്ററിയിലാണുള്ളത്. ഡെനോയുടെ തന്നെയാണ് ഇത്. നമുക്കൊരു ഇൻഡെക്സ് HTML ഫയൽ ഒരു സെർവർ യൂസ് ചെയ്തിട്ട് സെർവ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇത് CLS കൊടുത്ത് ക്ലിയർ ചെയ്യാം. നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. HTTP സെർവർ എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് 2 ഫയൽ, server.ts then index.html എന്ന 2 ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, index.html നമുക്കൊരു ഡോക്യുമെൻ്റ് ഇതുപോലെ ഇനിഷ്യലൈസ് ചെയ്യാം. നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്ത് സ്കാഫോൾഡ് ചെയ്ത് ഡോക്യുമെൻ്റ് നെയിം എക്സാമ്പിൾ യൂസിങ് ഡെനോ, ബോഡിയിൽ ഹലോ വേൾഡ് നമുക്കിഷ്ടമുള്ള കൊടുത്തൂടെ. നമ്മുടെ server.ts ഫയൽ ആദ്യമേ ലിസൺ ആൻഡ് സെർവർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. അതായത് HTTPയിൽ server.ts ഉണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. HTTP ഓക്കെ, server.ts ഉണ്ടോ ഈ ഫയൽ. ഇതാണ് നമ്മുടെ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെനോയിലെ ഒരു സെർവർ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ടൈപ്പ്സ്ക്രിപ്റ്റ് ഫയലാണിത്. ഇത് കുറേ കൂടി സേഫ് ആണ്. നോഡിലുള്ള HTTP മൊഡ്യൂൾസിനേക്കാൾ ടൈപ്പ് സേഫ്റ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട് എന്ന് റയാൻ ദാൽ അവകാശപ്പെടുന്നു, ഇല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് ടീം അവകാശപ്പെടുന്നു. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. server.tsൽ ഇമ്പോർട്ട് ലിസൺ ആൻഡ് സെർവ് മെത്തേഡ് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ആദ്യമേ പോർട്ട് പാസ് ചെയ്യുന്നു. പോർട്ട് 3000 പാസ് ചെയ്യുന്നു. പിന്നെ ഒരു അസിങ്ക് മെത്തേഡാണ് കോൾ ബാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ അസിങ്ക് മെത്തേഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അസിങ്ക് എവൈറ്റ് വെച്ചിട്ടാണ്. അസിങ്കർണസ് ആയതുകൊണ്ട് ഇത് ഓപ്പൺ ആയതിനു ശേഷമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ, ഈ കോൾ ബാക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 3000 പോർട്ടിൽ ആദ്യത്തെ 3000 പോർട്ടിൽ റണ്ണാകുന്ന ഇത് റിക്വസ്റ്റ് മെത്തേഡ് ഗെറ്റ് ആയിരിക്കണം. ക്ലയൻറ്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് അതിൻ്റെ മെത്തേഡ് ഗെറ്റ് ആണെങ്കിൽ നമുക്ക് ഇത് HTTP മെത്തേഡാണ്. ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. ഓക്കെ, ഇത് മെത്തേഡ് ഗെറ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് URL ഹോം പേജ് ആണെങ്കിൽ സ്ലാഷ് ആണെങ്കിൽ റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് വരുന്ന റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് എന്താണോ സ്റ്റാറ്റസ് 200 ഹെഡർ സെറ്റ് ചെയ്യുന്നു. കണ്ടന്റ് ടൈപ്പ് ടെക്സ്റ്റ് HTML എന്ന് പറഞ്ഞിട്ട് ഹെഡർ സെറ്റ് ചെയ്യുന്നു. ഈ HTTP ഹെഡറാണിത്. ഓക്കെ, HTTP സ്റ്റാറ്റസ് ആണ്, HTTP ഹെഡറാണ്. അതിൻ്റെ ബോഡി
എവൈറ്റ് ഫംഗ്ഷൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. എവൈറ്റ് ഡെനോ ഡോട്ട് ഓപ്പൺ. ഇത് അസിങ്ക് എവൈറ്റ് ആണ്. ഇത് അസിൻക്രണസ്. ഡെനോ നോഡ് പോലെ തന്നെ അസിൻക്രണസ് ആണ്. ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ സെയിം ഫോൾഡറുള്ള ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡി. ഓക്കെ, കൺസോൾ ലോഗ്. ഇത് ലിസൺ ആൻഡ് സെർവ് എന്ന് പറയുന്ന നമ്മുടെ സെർവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവർ റണ്ണിങ് ഹോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ സെർവർ റൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൺസോളിൽ ഒരു മെസ്സേജ് വരും. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഡെനോയുടെ VS കോഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡെനോയുടെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കും. നമ്മുടെ ഈ എറർ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കണ്ടത് നമുക്കൊരു TS ഇഗ്നോർ കമൻറ്റ് ഓരോ ലൈനിനും എററിനും മേളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, TS ഇഗ്നോർ കമൻറ്റ് യൂസ് ചെയ്ത് ആ എറർ നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഫയൽ സേവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡെനോ യൂസ് ചെയ്തിട്ട് നമ്മുടെ സെർവർ ഡോട്ട് TS ഫയൽ റൺ ചെയ്യാം ടെർമിനലിൽ. കൺട്രോൾ V. അപ്പോൾ നമ്മളിപ്പോൾ ഹലോ വേൾഡിലുള്ളത് cd.tls. ഓക്കെ, നമുക്ക് നമ്മുടെ ടെർമിനലിൽ ഹലോ വേൾഡിലുള്ളത് നമ്മൾ cd. അതിനുശേഷം cd http-സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കമാൻഡ് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാം. ഓക്കെ, നമ്മൾ ഡെനോ ലാൻഡിൽ നിന്നും എന്തൊക്കെയാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് നമ്മുടെ സെർവറിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡെനോയിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൂടുതലായതുകൊണ്ട് നോഡിലാണെങ്കിൽ നമുക്ക് ലോക്കൽ ഫയൽ സിസ്റ്റം ആക്സസ് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാം, നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻസ് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് റൺ ചെയ്യാം. പക്ഷേ ഡെനോയിൽ അതുപോലെ സാധിക്കത്തില്ല. അത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കണം. അലോ നെറ്റ് എന്ന് പറയുന്ന ഫ്ലാഗ് യൂസ് ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് HTML ഫയൽ റീഡ് ചെയ്ത് അലോ HTML എന്ന് പറയുന്ന ഫ്ലാഗും യൂസ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമ്മൾ HTML ഫയൽ റീഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെർവർ റൺ ആകുമ്പോഴത്തേക്കും നമ്മൾ index.html ഫയലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫ്ലാഗും സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഡെനോ റൺ അലോ നെറ്റ് അലോ റീഡ് server.ts എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്യുക. TLS പേസ്റ്റ് സെർവർ റണ്ണിങ് ഓൺ ലോക്കൽ ഹോസ്റ്റ് 3000. അത് നമ്മളിവിടെ കൊടുത്ത കൺസോൾ ലൈനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 3000 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് 3000 ആണ് നമുക്ക് വേണ്ടത്. ഹലോ വേൾഡ് നമ്മുടെ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ, എക്സാമ്പിൾ യൂസിങ് ഡെനോ. നമ്മുടെ സെർവർ റണ്ണിങ് ആണ്. നമ്മുടെ HTML ഫയൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു എബൌട്ട് പേജ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിലിപ്പോൾ /എബൌട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരുന്നു നോക്കാം. കാരണം എബൌട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് കൊടുത്തിട്ടില്ല. നമുക്ക് എബൌട്ടിന് വേണ്ടിയിട്ട് ഒരു എബൌട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് റിക്വസ്റ്റ് URL ഹോം ആയിരുന്നു. ഹോം കഴിഞ്ഞിട്ട് നമുക്ക് സെയിം തന്നെ കോപ്പി ചെയ്യാം. അടുത്ത LCF കൊടുത്ത് എബൌട്ട് കൊടുക്കുക. about.html ആക്കുക. ഇത് about.html. ഇതിൽ നമുക്കൊരു about.html ഫയൽ ക്രിയേറ്റ് ചെയ്യാം. about.html ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമ്മൾ ഒരു h1 ടാഗ് ക്രിയേറ്റ് ചെയ്ത് ദിസ് ഈസ് എബൌട്ട് പേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. റൺ ചെയ്തു. ഓക്കെ, നമ്മുടെ സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. Ctrl+C പ്രസ് ചെയ്യുക. സെർവർ സ്റ്റോപ്പായി. സെയിം server.ts നമ്മൾ സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യുക. സെർവർ റീറൺ ചെയ്യുക. സെർവർ റണ്ണിങ് ഓൺ ലോക്കൽ ഹോസ്റ്റ്. ദിസ് ഈസ് എബൌട്ട് പേജ്. നമ്മുടെ എബൌട്ട് പേജ് വർക്ക് ചെയ്യുന്നു. ഹലോ വേൾഡ് പേജും വർക്ക് ചെയ്യുന്നു. ഹലോ വേൾഡിൽ വേണമെങ്കിൽ നമുക്കൊരു ലിങ്കായിട്ട് എബൌട്ട് പേജ് കൊടുക്കാം. ഹലോ വേൾഡ് പേജിൽ നമ്മളൊരു ആങ്കർ ടാഗ് യൂസ് ചെയ്ത്
എബൌട്ട് പേജ് സേവ് ചെയ്ത് എബൌട്ട് പേജ് വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് പേജിലേക്ക് പോകും. ബാക്ക് നോർമൽ എബൌട്ട് പേജ്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇത് സെയിം നോഡിലും ഒക്കെ സെയിം തന്നെയാണ്. ഇതിനകത്ത് കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എനേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് വെബ് സോക്കറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ, ഒരു ചെറിയൊരു ചാറ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചാറ്റ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇങ്ങനെ സെൻഡ് ചെയ്യുക. വാട്സപ്പ് പോലെയോ അല്ലെങ്കിൽ മെസ്സഞ്ചർ പോലെയുള്ള ചാറ്റ് ആപ്ലിക്കേഷൻ അല്ല, അതിൻ്റെ ഒരു ബേസിക് ഫോം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നയുടെ ലേറ്റസ്റ്റ് വീഡിയോകൾ അപ്പോൾ ലഭ്യമാകാൻ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.